The first thing I need to do is break my pattern. Since I've been following this pattern of getting to bed so late and getting up also so late, and it's not how your life should work. So I'm spending too much time on this mobile phone, and it's actually ruining my life. I know that. Right now, people can make any video that they like by just typing simple words, just like make my baby say good morning. That's it. Upload a photo and the AI will make it say good morning. That's how the world has changed. And what are you going to do with your life? You have to decide. Yeah, so the one thing that I need to do is break the chain, just like just like what we used to say in the quarantine days. Break your pattern, because it's no good for you, no anything good for you. Break your pattern. How can you do that? Voluntarily identifying with your pattern that you can't just live like this anymore. And I know it's going to be hard. എടാ, നീ ഇപ്പം ചിന്തിക്കുന്നത് നിന്റെ ജീവിതം എങ്ങനാവും എന്താവും അതൊക്കെ ആയിരിക്കും. ജീവിതം എങ്ങനാവും എന്താവും എന്നൊക്കെ ചിന്തിക്കുന്നത് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനു വേണ്ടി? അതിനുള്ള ഉത്തരം ഇല്ല എന്നതാണെന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം? പണ്ട് നീ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അവനത്ര ഡെഡിക്കേഷനും ഇല്ല, അവന് പഠിക്കത്തുമില്ല, ഫുൾ A+ വേണം എന്ന് പറഞ്ഞപ്പോൾ നിനക്കൊരു തോന്നലുണ്ടായില്ലേ? അളിയ, നിനക്ക് അതിനുള്ള ഇതുണ്ടോ? നീ അതിനുവേണ്ടി എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ? അതാണ്, നീ ഇപ്പം നിൻ്റെ ജീവിതത്തിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും അറിയാം അതിനെക്കുറിച്ച്? ഒന്നും അറിയാതെ നീ എങ്ങനെയാടാ പിന്നെ അങ്ങനെ ആകാൻ പോകുന്നത്? ഡം ലക്കായിട്ടാണെങ്കിലും നീ ജയിക്കണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും അറിയണം. ചുമ്മാ ഒന്നും ജയിക്കത്തില്ല ആരും. മനസ്സിലാക്കുക. ഈ ഒരു പാറ്റേൺ നീ മാറ്റിയേ മതിയാവും. ഓക്കെ, നാളെ രാവിലെ എന്തായാലും താമസം എണീക്കത്തുള്ളൂ, പക്ഷേ അതിന് ശേഷം ആ രാത്രി നീ എത്ര മണിക്ക് കിടക്കും അത് നീ തീരുമാനിക്കണം. ഒരു 9:30, 10 ആ റേഞ്ചാകുമ്പോൾ കിടക്കാൻ നോക്ക്, പറ്റും ഉറങ്ങാൻ. അതാണ് നമുക്ക് ചെയ്യണ്ടേ. ബാക്കിയുള്ളവരുടെ കണ്ണിൽ നീ എന്താവോ ഏതാവോ അതെനിക്കറിയില്ല, പക്ഷെ നീ മാറണം, മാറിയേ തീരും. സമയം കുറേയായി. ഉറക്കം, മറ്റത് മറിച്ചത്. ഉറക്കം അത്യാവശ്യമാണ്. പഠിക്കുവാണെങ്കിൽ നീ ഇത്ര സമയം ഇരിക്കുന്നതുകൊണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ചുമ്മാ ഒരു കാര്യമില്ലാതെ ടൈം വേസ്റ്റ് ആക്കുമല്ലേ. ഇതിലെന്തർത്ഥമുള്ളത്? ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഇപ്പം നീ എഴുതുന്ന പോലും നിനക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല. അതിനുള്ള പെട്ടെന്ന് തന്നെ നിനക്ക് ഈ ഫോണിലോട്ട് വരണമെന്നൊരു തോന്നലാണ്. മനസ്സിലാക്കി നീ ഇതിന് അഡിക്റ്റ് ആണെന്ന്. മാറ്റി വെക്ക്. വോളണ്ടറി ആയിട്ട് നീ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് മാറൂ. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്വന്തമായിട്ടൊരു കമ്പനി വേണം, നിനക്ക് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ SBIയിൽ മാത്രം നിന്നിട്ടൊരു കാര്യമില്ല. ഇതാണ് സത്യം. പക്ഷേ ഒരു പ്ലാനോ ഒരു സ്ട്രാറ്റജിയോ ഒന്നുമില്ലാതെ ഈ ജോലി വിട്ടുകളയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. 6 മാസമുണ്ട് നിൻ്റെ മുന്നിൽ. നീ ഇതൊന്ന് ആലോചിക്കുക. നിൻ്റെ ഡേ ബൈ ഡേ നിൻ്റെ റുട്ടീൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കുക. 6 മാസം കൊണ്ട് നീ ഒരു 6 പാക്ക് ഉണ്ടാക്കാൻ നോക്ക്. കുറച്ച് ബോഡി ബിൽഡ് ചെയ്യുക. ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ നോക്കുക. എത്ര മണിക്ക് എണ്ണിക്കുന്ന സമയം, കിടക്കുന്ന സമയം ഒരു ഫിക്സ്ഡ് ആക്കുക. ഏകദേശം ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്ന രീതിയിലാക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കല്ലേ. നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിനക്കിപ്പോൾ 25 വയസ്സാണ്. നിൻ്റെ ലൈഫ് എങ്ങോട്ട് പോകണമെന്ന് നിനക്ക് ഇപ്പം തീരുമാനിക്കാം. ഒരു 2-3 വർഷമോടെ കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു ഫ്രീഡം കാണത്തില്ല. നിൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും കല്യാണം കഴിക്കും. അപ്പം നിനക്ക് തന്നെ തോന്നും നീ ലെഫ്റ്റ് ഔട്ടായെന്ന്. പിന്നെ ഭയങ്കര എല്ലാം കൂടെ വന്ന് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. അതിനേക്കാളും നല്ലത് നിനക്കിപ്പോൾ സമയമുണ്ട്, നീ ചെയ്യ്. നമുക്ക് മാറാൻ പറ്റും. നമ്മൾ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. ഡെയിലി ഇത് ചെയ്യ്, ഇമ്പ്രൂവ് ആവുകടാ. പിന്നെ നീ എനിക്ക് വേണ്ടത് ഗ്രാഫീനാണെങ്കിൽ ഗ്രാഫീനെ കുറിച്ച് മാത്രം പഠിക്കുക.
അതിനെക്കുറിച്ച് മാത്രം പഠിക്കും. നീ ഒരു കമ്പനി തുടങ്ങുക, എത്തുവടാ, എങ്ങനെയെങ്കിലും എത്തും നമ്മൾ. നമുക്ക് അതിനുള്ള ശക്തിയുണ്ട്, പൊട്ടൻഷ്യലുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അതിനെല്ലാം ഉപരി ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ലേറ്റ് നൈറ്റിൽ നീ ചെയ്യും, നമ്മളെത്തും.